പട്ടുപാവാടക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഇതുപോലുള്ള സ്ലീവ്സ് ഒക്കെ വരുന്ന ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആയാലും ഇന്ന്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ ഇച്ചിരി ഒന്ന് കയറ്റി മുറിച്ച് കൊടുത്ത് അവിടെ ലേസൊക്കെയും വെച്ചിട്ടുണ്ട്. മാത്രമല്ല ബാക്ക് സൈഡിൽ ഡോരിയുടെ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഡോരി ഇപ്പോൾ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഔട്ട്പുട്ട് കാണിച്ചിടാന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം. അപ്പോൾ നമുക്കിവിടെ ഒരു 3/4 മീറ്റർ ഫാബ്രിക്, ഈ ഒരു മെയിൻ ഫാബ്രിക്കും അതിൻ്റെ കൂടെ വെക്കാനുള്ള ലൈനിങ് ഒരു 1/2 മീറ്ററും ഉണ്ട്. അപ്പോൾ കറക്റ്റ് കളർ ലൈനിങ് കിട്ടാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ ബ്ലൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് കളർ ലൈനിങ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തണേ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു ഫാബ്രിക്കിൻ്റെ മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമ്മൾ വേറെ ഡ്രസ്സ് ചെയ്തപ്പോൾ ഒന്ന് മുറിച്ചതിന് ഇതുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഷേപ്പാക്കി മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നെക്കായിട്ട് ഒരു 2.25 ഇഞ്ചിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. കാരണം അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 2.5 ഇഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 7 വയസ്സുള്ളൊരു കുട്ടിയുടെ അളവിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ അളവ് ഒരിക്കലും വയസ്സ് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവ് വെച്ച് ചെയ്തോളൂ. പിന്നെ ഷോൾഡർ നമ്മൾ നെക്ക് കഴിഞ്ഞിട്ട് 2.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് നമ്മൾ ആം ഹോൾ നമ്മൾ ആ സ്ലീവ്സ് കൊടുക്കുന്നതുകൊണ്ട് ഫുള്ളായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് 2 ഇഞ്ച്, മൊത്തത്തിൽ 4 ഇഞ്ചാണ് വേണ്ടത്, നമ്മളിവിടെ 2 ഇഞ്ച് മാത്രമാണ് കൊടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആം ഹോൾ പകുതിയെ കൊടുക്കണ്ടേ. അപ്പോൾ ചെസ്റ്റ് നമ്മൾ ഒരു 7 ഇഞ്ച് 7.5 ഇഞ്ചിൻ്റെ അടുത്ത് നമ്മൾ 7.25 ഇഞ്ച് ആ ഒരു ലെവലിൽ നമ്മൾ ചെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ചെസ്റ്റ് നിങ്ങളുടെ കുട്ടിയുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ 4 കൊടുത്താൽ മതിയാവും. ഇനി എന്ത് ചെയ്യുക, നമുക്ക് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വന്ന പോർഷൻ നമ്മൾ തയ്യൽ തുമ്പായിട്ട് അങ്ങോട്ടേക്ക് കടത്തിയിട്ടിട്ടുണ്ട്, ലൈനിങ് വന്നത്. എന്നിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്ക് കുറച്ചുകൂടെ താഴ്ത്തിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് താഴോട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ 2.25 ഇഞ്ച് ഓൾറെഡി ആദ്യം മാർക്ക് ചെയ്തല്ലോ, രണ്ടും കൂടെ കൂട്ടി വരച്ച് നമ്മളൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫ്രീ ഹാൻഡ് ആയിട്ടൊരു ആം ഹോളിൻ്റെ ആം ഹോളല്ല, നെക്കിൻ്റെ ഒരു കർവില്ലേ അത് വരച്ചിട്ടുണ്ട്. പിന്നെ കറക്റ്റ് ആ ബോക്സിലാവണം, ഇച്ചിരി പുറത്തോട്ടേക്ക് പോകുന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് ആം ഹോൾ വരക്കണം. പിന്നെ അളവെടുത്തുനിന്ന് വരക്കണം, ജസ്റ്റ് ആ ഒരു ഷേപ്പ് ഇവിടെ കിട്ടിയാൽ മതി. പിന്നെ ഇവിടെ നിന്നും കുറച്ച് പുറത്തോട്ടേക്ക് വരുന്ന രീതിക്ക് വരച്ചോളൂ, കാരണം നമുക്ക് ആ ഒരു സ്ലീവ്സ് അങ്ങനെയല്ലേ വെക്കാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റ് ആ ബോക്സിൻ്റെ ഉള്ളിലാവാതെ ഒന്ന് ആദ്യം ബോക്സിൻ്റെ ഉള്ളിൽ വരച്ചു, പിന്നെ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഒരു 1/2 ഇഞ്ച് പുറത്തോട്ടേക്കായിട്ട് വരുന്ന രീതിക്ക് അങ്ങനെ നമ്മൾ ആ ഒരു ആം ഹോളിന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇത്രയാണ് നമ്മളെ ഒരു എന്താ പറയുക മേലത്തെ ഭാഗത്തിൻ്റെ ഇത് വരുന്നത്. പിന്നെ നമുക്ക് താഴേലേക്കുള്ള ആ ഒരു ലെങ്ത്തും മറ്റുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു 6 ഇഞ്ചായിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്നത് എത്രയാണോ അത് നമ്മൾ തയ്യൽ തുമ്പായിട്ടും കൊടുത്തിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് തയ്ച്ച് വെച്ചോളൂ, ഞങ്ങൾ വന്നിട്ട് നമുക്ക് ഷേപ്പ് ആക്കാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് അല്ലാണ്ട് കുറച്ച് എക്സ്ട്രാ എടുക്കുന്നത്. പിന്നെ നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് അളക്കുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ആ സ്ലീവ്സ് എത്ര ലെങ്ത്ത് വേണം നോക്കുക. നമ്മളിപ്പോൾ ഒരു 3.5 ഇഞ്ച്, അത് മൊത്തത്തിൽ 7 ഇഞ്ചാണ് സ്ലീവ്സ് വെക്കുന്നത്. അപ്പോൾ ആ 3.5 ഇഞ്ച് ഓൾറെഡി മേലെ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ടോട്ടൽ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് ഒരു 15 ഇഞ്ച് 16 ഇഞ്ചിൻ്റെ അടുത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേലെ ആ 3.5 ഇഞ്ച് എത്രയാണോ, നിങ്ങളിപ്പോൾ സ്ലീവ്സ് 4 ഇഞ്ച് വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ 5 ഇഞ്ച് 6 ഇഞ്ചിന് വേണ്ടിയല്ലോ, അത് കറക്റ്റായിട്ട് മേലെ അവിടെ അതിൻ്റെ പകുതി വെച്ച് കൊടുത്തിട്ട് ബാക്കി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് താഴേലേക്ക് 1 ഇഞ്ച് എക്സ്ട്രയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു 6.5 ഇഞ്ച് 6.5 അല്ല, ഒരു 5.5 ഇഞ്ചിൻ്റെ അടുത്ത് എത്രയാണോ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പിൻ്റെ അവിടെ വേണ്ടത് അതും ഒന്ന് ആ ഒരു ലൈനിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി എക്സ്ട്രാ വരുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം മറന്നുപോയല്ലേ. അപ്പോൾ താഴെ ഒരു 6 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ തയ്യൽ തുമ്പായിട്ട് എല്ലാം ആ തുണീൻ്റെ അറ്റം വരെ പോകുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, ചെസ്റ്റ് ടു ഷേപ്പ് ആൻഡ് ഷേപ്പ് ടു താഴത്തെ ഒരു വേസ്റ്റ്, അത് നമ്മൾ മാർക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ അത്ര ഇതെന്താ പറയേണ്ട ഷേപ്പൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൊത്തത്തിലായിട്ടൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെട്ടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ അളവ് അനുസരിച്ചിട്ട് മാറ്റിയിട്ട് എടുത്താൽ മതിയേ. പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ നെക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നെക്ക് എല്ലാം കഴിഞ്ഞ് അവസാനം കട്ട് ചെയ്താൽ മതിയാവും. ആദ്യം എന്ത് ചെയ്യാം, കട്ട് ചെയ്യുന്ന സമയത്ത് ആം ഹോൾ രണ്ടും കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, താഴേലേക്കുള്ള ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, അതായത് നമ്മൾ ആ ഒരു ചെസ്റ്റ് ഏറ്റവും അവസാനം വരച്ച ആ ലൈനില്ലേ, അപ്പോൾ ആ ചെസ്റ്റ് ടു ഷേപ്പ് വരുന്ന പോർഷൻ വരുന്ന ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈനിൻ്റെ തയ്യൽ തുമ്പ് അതങ്ങനെ തന്നെ ഒന്ന് വെട്ടിക്കൊടുക്കുക. അപ്പോൾ താഴെ വരെയായിട്ടും അതങ്ങനെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കിനി എല്ലാം കഴിഞ്ഞ് ലെങ്ത്ത് ഓൾറെഡി നമ്മൾ താഴെ സൈഡ് വെട്ടി വെച്ചല്ലോ, അതുകൊണ്ട് ലെങ്ത്തിൻ്റെ കാര്യത്തിൽ ഇനി ബോധറിയേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നെക്കാണുള്ളത്. അപ്പോൾ നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു റൗണ്ട് കഴിഞ്ഞല്ലോ, എന്നിട്ട് രണ്ടാമത്തതിൻ്റെ അകത്ത് നമ്മൾ
നമ്മളൊരു 3 ഇഞ്ച് താഴേലേക്കായിട്ട് നീളം കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്കിൻ്റെത് ലെങ്ത്ത് 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ 3.25 ഇഞ്ച് തന്നെ വെച്ചിട്ട് ആ സെയിം ലൈനിങ് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളവിടെ ഫ്രീ ഹാൻഡായിട്ട് ഒരു ഇത് എന്താ പറയണ്ടേ, കർവ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ പീസ് തന്നെ മാർക്ക് ചെയ്തതുപോലെ ഉണ്ടാകും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്കിതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക, രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് തന്നെ മേലത്തെ ഒന്നങ്ങ് മുറിച്ചേക്കുക. ഓക്കെ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണല്ലോ, അത് 2 പീസും ഒന്നിച്ച് വെച്ചിട്ട് തന്നെ അങ്ങ് വെട്ടിക്കളയുക. അപ്പോൾ നമുക്ക് 2 പീസിലും ഈ ഒരു ഫ്രണ്ട് നെക്ക് വന്നിട്ടുണ്ടാവും. ബാക്ക് നെക്കാണ് നമ്മൾ ഇച്ചിരി കുഴിച്ച് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെട്ടാൻ വേണ്ടിയിട്ട് ആ ഉള്ളിലത്തെ ഒരു പീസ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ 2 പീസല്ലേ ഉള്ളത്, ആ 2 പീസിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ പുറത്തുള്ള ആ ഒരു ഇതില്ലേ, അതായത് നടുവിലോട്ട് മടക്കി കൊടുത്ത് നമ്മളിപ്പോൾ രണ്ടാമത്തെ നെക്ക് ഉണ്ടല്ലോ, ആ ഒരു നെക്ക് വരും. അപ്പോൾ ആ ഒരു നെക്ക് അതിന് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ഒരു നെക്കും അങ്ങ് വെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് 2 പീസിലായിട്ട് മാർക്ക് ചെയ്യേണ്ടി വരുന്നില്ല. ഒരു സിംഗിൾ പീസിൽ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് മുറിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ അകത്ത് മെഷർമെൻറ്റ്സ് എല്ലാം തന്നെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡോരി വെക്കുന്നത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വെച്ചത്. ഓക്കെ, അവസാനത്തോടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് മെയിൻ ഫാബ്രിക്കിലേക്ക് വെട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് മെയിൻ ഫാബ്രിക് എടുത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി വെച്ച് നോക്കുക. അപ്പോൾ കണ്ടോ, ഈ ഒരു പോർഷൻ വരെ, ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള പോർഷനിലേക്ക് നമ്മൾ തുണി വരുന്നില്ല. രണ്ടാക്കി മടക്കിയിട്ട് ഈ കറക്റ്റായിട്ട് ഈ ലൈനിങ്ങിന് എത്ര തുണിയാണോ വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിന് മേലെയായിട്ട് ഈ ഒരു ലൈനിങ് വെച്ച് നോക്കുക. എന്നിട്ട് ആ ഒരു പീസ് മാത്രമേ നമുക്കിതിന് ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് നടുവിലോട്ട് മടക്കിയിട്ട് 4 ഫോൾഡ് ചെയ്ത് കൊടുക്കുക. 4 ഫോൾഡ് ചെയ്യുമ്പോഴും സെയിം മെത്തേഡ്, അതായത് നമുക്ക് എത്രയാണോ വീതി വേണ്ടത് ആ ഒരു വീതിക്കുള്ളത് മാത്രം വരുന്ന രീതിയിലായിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെയല്ല നേരെ നടുവിലോട്ട് 4 മടക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തുണി വേസ്റ്റേജ് വരും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് വേസ്റ്റ് വരില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കണ്ടു, ഇപ്പം കൊടുത്തപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കുറച്ചധികം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആ ലെഫ്റ്റ് സൈഡ് ഇതിൻ്റെ ഒന്നിച്ച് വരുന്ന രീതിയിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ എല്ലാ സൈഡും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, നേരെ നടുവിലൂട്ട് മടക്കി അവിടെ നിന്ന് അങ്ങനെ 4 ഫോൾഡ് ചെയ്ത് എടുക്കുക തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തുണി നമുക്ക് ഒരുപാട് വേസ്റ്റ് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ആവശ്യത്തിന് മാത്രമേ തുണി എടുക്കേണ്ടി വരുന്നുള്ളൂ. കറക്റ്റായിട്ട് മടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളത് കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം അവിടെ ഒരു സ്ക്വയർ പീസ് പോലെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആദ്യം തന്നെ കറക്റ്റ് മുറിക്കുമ്പോൾ നമുക്കിങ്ങനെ വലിയ പീസാകുമ്പോൾ കറക്റ്റ് കിട്ടില്ലല്ലോ. അതുകൊണ്ടൊരു സ്ക്വയർ പീസ് പോലെയാണ് ആദ്യം വെട്ടിയെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആം ഹോളൊക്കെ നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത്രയും പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി പീസ് അവിടെ വെച്ചേക്ക് നമുക്ക് സ്ലീവ്സ് ചെയ്യാനും ആവശ്യം വരുമേ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു മുറിച്ച് വെച്ച പീസ് ഇപ്പോൾ 4 ഫോൾഡ് ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒറ്റ സിംഗിൾ പീസായിട്ടേ ഉണ്ടാവുക. അതുകൊണ്ട് അതിന് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബാക്കിലേക്ക് ഒരു പീസ് മുന്നിലേക്ക് ഒരു പീസ് എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി എന്ത് ചെയ്യാം, അതിന് നമുക്ക് ഈ ഒരു നമ്മുടെ ഇതില്ലേ, എന്താ പറയണ്ടേ, ലൈനിങ്, ആ ലൈനിങ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ ഒരു ആം ഹോൾ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. നെക്ക് ഇപ്പോൾ വെട്ടണ്ട, നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വെട്ടിക്കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് സ്ലീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര പീസ് വേണം എന്നുള്ളത് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ ബാക്കിയുള്ള പീസ് ഉണ്ടല്ലോ, നീളം ജസ്റ്റ് ഒരു 20 ഇഞ്ച്, അതായത് നമ്മളൊരു 10 ഇഞ്ച് ഒരു സ്ലീവ്സിന് വരുന്ന രീതിക്ക് അത്യാവശ്യം വലിയൊരു ഇതാണ് കൊടുത്തത്. അപ്പോൾ ഒരു 20 ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നീളം എന്ന് പറയുന്നത് മൊത്തത്തിൽ വരുന്നതാണ്. ഇനി നമ്മളൊരു അതായത് ഈ സ്ലീവ്സിൻ്റെ നീളമില്ലേ, അതായത് നമ്മുടെ ഫ്രണ്ടിലെ ആ ഒരു സ്ലീവ് തൊട്ട് ബാക്കിൽ അതുവരെയുള്ള ആ ഒരു നീളം ഉണ്ടല്ലോ, നമ്മുടെ ഷോൾഡറിനെ കണക്റ്റ് ആക്കുന്നത്, അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു 7 ഇഞ്ചിൻ്റെ അടുത്തായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 20 ഇഞ്ച് നീളത്തിലും പിന്നെ എത്രയാണോ വീതി നിങ്ങൾക്ക് വേണ്ടത്, വീതി മീൻസ് ആ ഒരു ഇതില്ലേ, അതായത് നമ്മുടെ മുന്നിലത്തെ ഷോൾഡറിന് ബാക്കിലത്തെ ഷോൾഡർ വരെയുള്ള ആ ഒരു ലെങ്ത് ഇല്ലേ, അതും എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു നീളത്തിലെടുത്തിട്ട് അതിന് 2 പീസാക്കി കൊടുത്തു. അപ്പോൾ 10 ഇഞ്ചും നമുക്ക് ആവശ്യമുള്ള അതിൻ്റെ നീളവും കൂടെ വരുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ടാകും. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൻ്റെ സൈഡില്ലേ, അത് രണ്ടിൻ്റെ സൈഡ് ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ സ്ലീവ്സ് വെക്കുമ്പോൾ അവിടെ ഭംഗിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് മടക്കി തയ്ച്ച് കൊടുത്തു. എന്നിട്ട് സെൻറ്ററിൽ ചെറിയൊരു കട്ടിട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇങ്ങനെ കൈ വെച്ച് കുഞ്ഞു ഫ്രിൽസ് ആക്കി എടുക്കുക.
ഓക്കെ, ഈ ചെറിയ ഫ്രിൽസ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, എന്നാലേ നല്ല ഭംഗിക്ക് അവിടെ കിടക്കുള്ളൂ. അപ്പോൾ ഒരു സൈഡ് മൊത്തത്തിലൊന്ന് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ആ ഫ്രില്ലിന് കട്ടുണ്ടല്ലോ, ആ കട്ടിന് ശേഷമുള്ള അതും കൂടി ഒന്ന് ഫ്രില്ലിട്ട് എടുക്കുക. അപ്പോൾ ഇത് രണ്ട് സൈഡും കൂടി ഒന്ന് ഫ്രില്ലിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ലീവ്സിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ആൻഡ് സെയിം പ്രോസസ്സ് തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രില്ലിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ലീവ്സ് അത്യാവശ്യം ഭംഗിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അറ്റത്തോട്ടൊക്കെ എത്തുമ്പോൾ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതവിടെ നിന്ന് വിട്ട് പോകാൻ പാടില്ല. അപ്പോൾ ചെയ്ത് വരുമ്പോൾ നമുക്കിതിൻ്റെ വീതി ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു സൈഡ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ ഉണ്ടാകും, ഒരു സൈഡ് ചെയ്താൽ ആൻഡ് സെയിം പ്രോസസ്സ് തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യാം. അപ്പോൾ റിപ്പീറ്റ് അടിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ രണ്ട് സ്ലീവ്സും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്കിത് അറ്റാച്ച് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഫാബ്രിക്കിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് വെച്ച് കൊടുക്കുക. ഓക്കെ, നല്ല വശത്തേക്ക് ലൈനിങ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു സ്ലീവ്സ് ഉണ്ടല്ലോ, സ്ലീവ്സ് അതിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ നല്ല വശം, അതായത് സ്ലീവിന് നല്ല വശം മോശം വശം ഉണ്ടാവുമല്ലോ, ആ സ്ലീവിൻ്റെ നല്ല വശം തുണിയുടെ നല്ല വശത്തിൻ്റെ മേലെ വരുന്ന രീതിയിൽ, ഓക്കെ, രണ്ടും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ലൈനിങ് വെച്ച് കൊടുക്കുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു സ്ക്വയർ പോലെ വന്ന പോർഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു പോർഷനിലാണ് ഈ സ്ലീവ്സിൻ്റെ ഈ ഒരു ഇത് വരേണ്ടത്. അതിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതേ ഷേപ്പിൽ ആം ഹോളിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഈ ഒരു സ്ലീവ്സിനെയും കവർ ചെയ്ത്, പിന്നെ വരുന്ന നമ്മുടെ നെക്ക് ഉണ്ടല്ലോ, ആ ഒരു നെക്കും കവർ ചെയ്ത് നേരെ ഓപ്പോസിറ്റ് പോയിട്ട് ആ ഒരു ഓപ്പോസിറ്റിലും സെയിം പരിപാടി തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തേക്ക് സ്ലീവ്സിൻ്റെ നല്ല വശം ടച്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് വെച്ച് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, മൊത്തത്തിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാർട്ട്, ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ നമ്മുടെ ഈ ഒരു സ്ലീവ്സ് അവിടെ അറ്റാച്ച് ആയിട്ട് വന്നിട്ടുണ്ടാകും. ഇപ്പം നമ്മൾ നൂഡിൽസ് സ്ട്രാപ്പൊക്കെ ചെയ്യുന്നില്ലേ, ഏകദേശം അതുപോലെ തന്നെ. പക്ഷേ ഇതിൽ നമ്മൾ ആ സ്ലീവ്സിൻ്റെ അകത്ത് ഇച്ചിരി മാറ്റം കൊടുത്തത് കൊണ്ടുള്ള മാറ്റം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ നെക്ക് കട്ട് ചെയ്യാത്തതുകൊണ്ട് അത് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡ് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക, നമ്മുടെ സ്ലീവ്സ് ഇങ്ങനെ ഫ്രില്ലിട്ട് എടുത്ത് വെച്ച് ആ സ്ലീവ്സ് എടുക്കുക, നല്ല വശം ടച്ച് ചെയ്യുന്ന രീതിയിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഞാനിവിടെ വിഷ്വൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് മൊത്തത്തിലായിട്ട് ഒന്ന് ഇങ്ങേറ്റം വരെയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വശവും നമ്മുടെ സ്ലീവ്സുമായിട്ട് അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ബാക്ക് സൈഡിലും കൂടെ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കാണിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ കട്ട് ചെയ്യുന്നത്. ഫുള്ള് കാണിച്ചെന്ന് ഒരുപാട് സമയം എടുക്കും ചിലപ്പോൾ. അതുകൊണ്ട് ആണ് ഞാനിങ്ങനെ സ്ലോ ആക്കിയിട്ട് കാണിച്ചു തന്നിട്ട് പിന്നെ അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ ഫുള്ള് കാണാണ്ടത് ചിലപ്പോൾ കുറച്ചിങ്ങനെ കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നുണ്ടാകും. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണണം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഷേപ്പ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ എക്സ്ട്രാ, അതായത് കറക്റ്റ് നമ്മൾ ഇച്ചിരി എക്സ്ട്രാ വെച്ചിട്ടായിരുന്നു മുറിച്ചിട്ടുണ്ടായിരുന്നത്, ആ ഒരു എക്സ്ട്രാ മൊത്തത്തിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ നെക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു നെക്കിൻ്റെ പോർഷനും അവിടെ നിന്ന് കളഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, അതും കൂടെ കളഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കുക. കാരണം നമുക്കിത് മറച്ചിടാനുണ്ട്, നല്ല വശത്തല്ലേ ലൈനിങ് ഉള്ളത്. അപ്പോൾ ഇതിനെ മറച്ചിടേണ്ടത് കൊണ്ട് തന്നെ നമ്മളിതിന് എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കുക. റൗണ്ട് നെക്കായതുകൊണ്ട് അത്യാവശ്യം കുറച്ചധികം കട്ടുകൾ ഇട്ട് കൊടുത്തോളൂ. നമുക്കത് എന്നാലേ മറച്ചിടുമ്പോൾ ഭംഗിക്ക് നിൽക്കത്തുള്ളൂ. അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ സ്ലീവ്സിൻ്റെ പോർഷനിലെ അവിടെ ഒരു സ്റ്റിച്ച് മാത്രമല്ല, ഒന്നിലധികം സ്റ്റിച്ചസ് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അതവിടെ നമ്മുടെ കുറച്ച് ടൈറ്റായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം അവിടെ നമ്മൾ ഒന്നിലധികം സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ലൈനിങ് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവും. സ്ലീവ്സ് ഇങ്ങനെ സെൻട്രലായിട്ട് വരും. ആൻഡ് ഫാബ്രിക് നല്ല വശവും അവിടെ കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ടാകും. മറിച്ചിട്ടിട്ട് അതിനൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ഷേപ്പ് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി മുന്നിലൊരു കട്ടും അതുപോലെ ലേസും മാത്രമേ നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് അതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മൊത്തത്തിലായിട്ടൊന്ന് ഫൈനൽ സ്റ്റിച്ച് കൊടുക്കണേ. അങ്ങനെ ആകുമ്പോൾ ലൈനിങ് ബാക്ക് വശത്ത് പോയിട്ട് അതവിടെ സെറ്റിലായിക്കോളും. പിന്നെ പുറത്തോട്ടൊന്നും കാണുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കുക. പതിച്ച് തയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുത്തോളൂ. നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, കാരണം ഇത് കോട്ടൺ ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണല്ലോ. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഭംഗിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ചിട്ടിട്ട് കൊടുക്കുക. അതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ ബാക്ക് സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിൻ്റെ നല്ല വശം എടുത്ത് നോക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് സൈഡ് ചെയ്തല്ലോ, അതിൻ്റെ നല്ല വശം, ഓക്കെ, സ്ലീവിൻ്റെ നല്ല വശം ഇതിൻ്റെ മേലെ വരുന്നതായിട്ട് രീതിയിൽ വെച്ച് കൊടുക്കുക. മൊത്തം അറ്റാച്ച് ചെയ്തുകൊണ്ട് അത് അങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ലൈനിങ് വെച്ച് കൊടുക്കുക. പിന്നെ നേരത്തെ ചെയ്തത് സെയിം പ്രോസസ്സ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുക.
ഓക്കെ, എല്ലാം ഒന്നിച്ച് വെച്ച് കൊടുത്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ അതേ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല കാരണം ഓൾറെഡി കാണിച്ചാണല്ലോ. അപ്പോൾ അതേ ഷേപ്പിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡ് കിട്ടും. എന്നിട്ട് അത് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിടുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് കട്ടുകൾ ഇട്ടിട്ട് ഒന്ന് വലിച്ച് മറിച്ചെടുത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ നെക്ക് ഇല്ലേ സെൻറ്ററിൽ വരുന്ന ആ ഒരു നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക, കുഞ്ഞി കട്ടിട്ട് കൊടുക്കണം. പിന്നെ ഇവിടെ നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിച്ച മോഡൽ ആയിരുന്നില്ല ചെയ്തു വന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു എന്താ പറയണ്ടേ, ചെയ്യുമ്പോൾ മോഡൽ മാറ്റുന്നത് പോലെ ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യേണ്ട കുറേ പോർഷൻ ഉണ്ടായിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്നാൽ ഇങ്ങനെ ചെയ്തുകൂടെ എന്നുള്ളൊരു മൈൻഡ് വന്നിട്ട് അങ്ങനെ ചെയ്തതും കൂടിയാണ്. അപ്പം ഞങ്ങളുടെ ഒട്ടുമിക്ക വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും, കാരണം നമ്മളിതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഒട്ടുമിക്ക വീഡിയോസ് നമ്മൾ ചെയ്യാറ്. കാരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് എന്താ അങ്ങനെ ചെയ്താൽ ഭംഗിയുണ്ടാവുമല്ലോ, അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്താൽ ഭംഗിയുണ്ടാവുമല്ലോ, ഇങ്ങനെ ചെയ്തുകൂടെ എന്നുള്ളൊരു മൈൻഡ് വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലും നമ്മൾ ചെയ്തത്. ആദ്യം സ്ലീവ്സ് മാത്രം കൊടുത്തൊരു സ്ട്രൈറ്റ് കൊടുക്കാനായിരുന്നു ഉദ്ദേശം, പക്ഷേ അത് പറ്റിയില്ല. അതെന്ത് ചെയ്തു, നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്കിൽ ഓപ്പൺ കൊടുത്തു, ഫ്രണ്ടിലൊരു കയറ്റി മുറിച്ച് കൊടുത്തു. അതൊക്കെ പിന്നെയാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുന്ന ആൾക്കാരാണെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്ത കംപ്ലീറ്റ് പ്രോസസ്സ് ഒന്നിച്ച് കട്ട് ചെയ്താൽ മതിയാവേ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയും തുടക്കത്തിൽ അവസാനം വരെ കാണണം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്താൽ പിന്നെ അത് ഫൈനൽ സ്റ്റിച്ചും കൂടെ ഒന്ന് കൊടുത്തിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ഓപ്പണിങ്ങിൻ്റെ പരിപാടി തുടങ്ങാം. ജസ്റ്റ് ബാക്ക് സൈഡ് ഒന്ന് നടുവിലോട്ട് മടക്കി കൊടുത്തു. പിന്നെ ഫുൾ ഓപ്പൺ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് 1 ഇഞ്ച് ഇങ്ങനെ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ട് വരച്ചു കൊടുത്തിട്ട് ആ ഒരു 1 ഇഞ്ച് അങ്ങനെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡോരി വെച്ചിട്ട് കണക്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത് ആദ്യം ചെയ്യേണ്ടി ആയിരുന്നു. പിന്നെ ഫ്രണ്ട് ഒരു 3 ഇഞ്ച് മേലോട്ട് നടുവിലോട്ട് മടക്കിയിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ മൂലയില്ലേ, ആ മൂലയിലായിട്ട് ഒന്ന് ചെരിച്ച് വളച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ വരുന്ന ആ ഒരു പൊക്കമില്ലേ അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഹാങ്ങിങ് ലേസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും. അത് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ സാധാ ഒരു ഗോൾഡൻ കളർ ലേസാണ് വെച്ചത്. അപ്പോൾ ഇതൊരു 3 ഇഞ്ചാണ് കയറ്റി വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും കുറവ് മതി എന്നാണ്, കുറവ് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കിത് ഫിറ്റാക്കി കൊടുക്കാനുണ്ട്, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം എന്ത് ചെയ്യുക, ബാക്ക് സൈഡ് ഉണ്ടല്ലോ അതിനെ ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുക. ഓക്കെ, ബാക്ക് സൈഡിന് ഒന്ന് ചുരുട്ടി വെച്ച് കൊടുത്തിട്ട് ഈ ഫ്രണ്ട് ഈ സെപ്പറേറ്റ് ആക്കി എടുക്കുക. ഓക്കെ, ഈ ലൈനിങ്ങിനെയും ആ ഫ്രണ്ട് സൈഡിനും സെപ്പറേറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, ഇനി ഒന്ന് ബാക്കിലോട്ടാക്കി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് മൊത്തത്തിലായിട്ട് ആ ഷേപ്പിൽ ഈ ഒരു ലൈനിങ്ങും ഈ ഒരു ഫാബ്രിക്കും കൂടെ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കുക. ഇതിപ്പോൾ എന്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള വഴിയൊന്നുമല്ല, ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ആ സ്റ്റിച്ച് അതിൻ്റെ ഉള്ളിൽ പോകുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് നമ്മൾ കാണിച്ചു തന്നേ ഉള്ളേ. അപ്പോൾ കുറച്ചധികം തട്ടിക്കൂട്ട് പരിപാടികൾ ഞങ്ങളുടെ വീഡിയോസിൽ എല്ലാവരും കാണുന്ന എല്ലാവർക്കും അറിയാം, അങ്ങനെ കിട്ടിയൊരു പരിപാടിയാണിത്. അപ്പോൾ അത് എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു കട്ട് വരുന്ന അതേ ഷേപ്പ് ഉണ്ടല്ലോ ആ സെയിം ഷേപ്പിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ച് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടാകും, നമുക്കത് പുറത്ത് വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടി അങ്ങനെ ചെയ്തതാണേ. അപ്പോൾ അത് നമ്മൾ ആ ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ കട്ടിട്ട് കൊടുക്കുക. ജസ്റ്റ് മറിച്ചിടുന്നതുകൊണ്ട് ആ ഒരു പോയിന്റിലൊക്കെ ഒന്ന് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇതിനെ ഒന്ന് ഉള്ളിലത്തെ ആ ഒരു പീസ് ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് വലിച്ച് പുറത്തിട്ട് കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചും കിട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ച് നമ്മൾ ലാസ്റ്റ് ഇട്ട് ആ ഒരു ഫൈനൽ സ്റ്റിച്ച് ഉണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിലായിട്ട് പോയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലോട്ട് കൈയിട്ട് സെറ്റായി കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ ആ ഒരു സ്റ്റിച്ച് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിങ്ങനെ ചുരുട്ടിക്കൂട്ടി വെച്ചതൊക്കെ. അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുക, ഒരു ഫൈനൽ സ്റ്റിച്ച് ഇതൊരു ഷേപ്പ് തന്നെയായിട്ട് ഇതിൻ്റെ മേലേലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഭംഗിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടന്നോളും. ഓക്കെ, ആ സ്റ്റിച്ചൊന്നും തന്നെ പുറത്ത് കാണില്ല. മടക്കി തയ്ക്കാനാണെങ്കിൽ മടക്കി തയ്ക്കാം. ഇത് പിന്നെ ഇങ്ങനെ തയ്ച്ചതുകൊണ്ട് അത്യാവശ്യം ഒരു വൃത്തിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫൈനൽ സ്റ്റിച്ചും കൂടെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം. ലേസും അങ്ങനെ അവസാനം വന്നപ്പോൾ ഒരു മൈൻഡിൽ വന്നതാണ്. അതുകൊണ്ട് എപ്പോഴോ വാങ്ങി വെച്ച ലേസായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ മൈൻഡിൽ വന്നത് എന്തുകൊണ്ട് ലേസ് വെച്ചുകൂടാന്നൊരു മൈൻഡ് വന്നത്. അങ്ങനെയാണ് ലേസും വെക്കുന്നത്. അപ്പോൾ ലേസ് ജസ്റ്റ് ഇതിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിന് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തു, അതങ്ങ് തയ്ച്ചു കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സെൻറ്ററിലൊരു ഇതുണ്ടല്ലോ ജോയിൻ വരുന്നത്, അവിടെ എത്തുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നൂല് ഒന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കണേ, കാരണം ലേസ് ചെയ്യുന്ന സമയത്ത് അതിന് ലേസിൻ്റെതായിട്ട് മാച്ചിങ് ഒരു കളർ വേണം. അപ്പോൾ ജസ്റ്റ് ലേസും ആ താഴെ വശം കൊടുത്തു. സത്യത്തിൽ ഇതല്ല വേണ്ടത്, ഈ ഹാങ്ങിങ് വരുന്നില്ലേ മുത്തൊക്കെ, അതായിരുന്നു വേണ്ടത്. പക്ഷേ ഇതില്ല, പെട്ടെന്ന് സത്യം പറഞ്ഞാൽ കയ്യിലില്ല. നാളെയാണ് പ്രോഗ്രാം, ഓണപ്പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് തിരക്കി പിടിച്ചയച്ചാണ്, നമുക്ക് വാങ്ങാനുള്ള ടൈം ഉണ്ടായിട്ടില്ല. അപ്പോൾ പറഞ്ഞു ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിലുള്ളൊരു ലേസ് ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എന്താക്കി, നമ്മൾ കറക്റ്റായിട്ട്
ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ സെൻറ്ററിൽ എത്തുമ്പോൾ മാത്രം ഇച്ചിരി കുറച്ച് പണിയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് തയ്ച്ച് പോയാൽ മതി. അതും കൂടെ നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിലേക്ക് ആ ഡോരീൻ്റെ ആ ഒരു ഹോൾസും പിന്നെ ഡോരിയും കൂടെ വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. പിന്നെ നമ്മൾ ബാക്ക് സൈഡിൽ ഡോരിക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്ത് എവിടെയൊക്കെയാണ് ഡോരി വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞങ്ങളൊരു 2 ഇഞ്ച് വിട്ടിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ ഒരു ഡോരി ഫുൾ ബാക്ക് ഡോരി വെച്ചിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ മേലെ ടാഗ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി സംശയം ഉണ്ടെന്നാണെങ്കിൽ. അപ്പോൾ ഡോരി എങ്ങനെയാണ് ആക്കിയത്, ഡോരി എങ്ങനെയാണ് മുറിച്ചെടുത്തത് എല്ലാം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ജസ്റ്റ് ആണ് കാണിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ആ ഒരു ലൈനിങ്ങിൻ്റെ ഫാബ്രിക്കിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു ഡോരീൻ്റെ എന്താ പറയണ്ടേ ഹോൾ ഉണ്ടല്ലോ, ഹോൾസ് അതിങ്ങനെ ചുറ്റി വെക്കുക മീൻസ് ആ ഒരു കഷ്ണം നമ്മൾ മടക്കി കഴിഞ്ഞാൽ ഒരു സൈഡ് ക്ലോസ്ഡും 2 സൈഡ് ഓപ്പണും ആയിരിക്കുമല്ലോ. അതായത് ഒരു സൈഡ് ക്ലോസ്ഡും ഓപ്പണും ഉണ്ടാവും. ആ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം ഇപ്പോൾ വിഷ്വലിൽ കാണുന്നത് പോലെ ലൈനിങ്ങിൻ്റെ ഫാബ്രിക്കിൻ്റെയും ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തെടുത്തൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആ ഒരു സംഭവം പുറത്ത് വന്നിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യുക, എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഒന്ന് മൊത്തത്തിലൊരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡിൽ ഫുള്ള് ഡോരി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിന് മുന്നേ ചെയ്ത വീഡിയോ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. കാരണം അതിന് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതും ഒരു കിഡ്സിൻ്റെ ഫ്രോക്കായിരുന്നു, ക്രോപ്പ് ടോപ്പ്, പട്ടുപാവാടയുടെ ടോപ്പ് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് ഈ സെയിം ഫാബ്രിക് വെച്ചിട്ടായിരുന്നു അതും ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും കോയിൻസിഡൻസ് ആണ്. ഞാനിങ്ങനെ നോക്കിയ സമയത്താണ് കണ്ടത് ഈ സെയിം ഫാബ്രിക് തന്നെയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഡോരി 2 സൈഡായിട്ടും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, ബാക്കിലെ താഴത്തെ സൈഡ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എങ്ങനെയാണോ നമുക്ക് മടക്കി തയ്ക്കേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് അത് ജസ്റ്റ് ഒന്ന് 2 സൈഡ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത ലൈനിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നേരെ കറക്റ്റായിട്ട് ആ ഒരു വരയിൽ വരുന്ന രീതിയിലാക്കിയിട്ട് മടക്കിയിട്ട് അവിടെ നിന്ന് ഒന്നും കൂടെ മടക്കിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ താഴത്തെ വശം 2 സൈഡും ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ്, അതായത് ക്രോപ്പ് ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട് തന്നെയുണ്ട്. കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ പരമാവധി ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സംശയങ്ങളുണ്ട് എന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാലും മതി. ഓൾറെഡി ഓണം സീരീസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ.